നല്ല ഒരുങ്ങി കുട്ടപ്പിയായിട്ട് അമ്മച്ചി ഇരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ലൈറ്റിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല 1 2 3 പറഞ്ഞു ഒരൊറ്റ ചാട്ടം വലത് കാല് പൊക്കിയിട്ട് വലത് കയ്യിൽ ഇടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നൈറ്റിലുണ്ടായ ഒരു ചെറിയൊരു അനുഭവത്തെ പറ്റിയാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ജനറലായിട്ട് മറ്റൊരു കാര്യവും കൂടെ പറയാനുണ്ട്. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോ കൂടുതലായിട്ടും ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങളാണ് എപ്പോഴും വീഡിയോസിലൂടെ വരുന്നത്. അപ്പോൾ ഞാൻ അയർലൻഡിൽ താമസിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഗൾഫിൽ താമസിച്ചിരുന്ന കാര്യങ്ങളാണെങ്കിലും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില ആളുകളുടെ അഭിപ്രായങ്ങൾ അവരുടെ കമൻറ്റിലൂടെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. കാരണം നമ്മൾ അയർലൻഡിൽ ഞാനൊരു സ്ഥലത്ത് ജീവിച്ചു എന്ന് പറഞ്ഞ് അയർലൻഡിലെ എല്ലാ കാര്യവും എനിക്കറിയണമെന്നില്ല. ഗൾഫിൽ ഞാൻ വളരെ വർഷങ്ങൾ താമസിച്ചു. എന്നിരുന്നാൽ പോലും ഞാൻ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിയണമെന്നില്ല. ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് കാര്യം നമ്മളുടെ വീഡിയോയിലൂടെ പറയുമ്പോഴേ അയർലൻഡിൽ അങ്ങനെയല്ല, അയർലൻഡിൽ ഇങ്ങനെയാണ്, സൗദിയിൽ അങ്ങനെയല്ല, സൗദിയിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കമൻസൊക്കെ വരുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ അനുഭവങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ നമുക്കെപ്പോഴും കെട്ടുകഥയായിട്ട് തോന്നും, അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിട്ട് തോന്നും. അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് തോന്നുകയുള്ളൂ. അതുകൊണ്ട് ഞാനതിനെ വലിയ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാ മുക്കിലെയും മൂലയിലെയും കാര്യങ്ങളെല്ലാം നമുക്കറിയാനായിട്ട് സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കൂ. അതായിരിക്കുമല്ലോ നല്ലത്. നമ്മൾ എന്തിനാണ് പലരുടെയും വീഡിയോസ്, പലരുടെയും അനുഭവങ്ങൾ നമ്മൾ കാണുന്നതിൻ്റെ കാരണം നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത സ്റ്റോറികൾ, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരുടെ അനുഭവമായിട്ട് വരുമ്പോൾ അത് നമ്മൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനലുകൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡ്യൂട്ടിയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ അയർലൻഡിലെ പഴയ ജനറേഷൻ ആളുകൾ വളരെ ഹാർഡ് വർക്കിങ്ങും വളരെ എനർജറ്റിക്കുമായിട്ടുള്ള ഒരാളുകളാണ്. പക്ഷേ ഇന്നത്തെ തലമുറ അത്രയും സ്മാർട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അവരെല്ലാം തന്നെ നമ്മൾ എല്ലാ കൺട്രിയിലും കാണുന്ന പോലെ തന്നെ കുറച്ച് ലേസി ആയിട്ടാണ് പുതിയ തലമുറയെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പഴയ ജനറേഷനിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരോടൊരു വല്ലാത്ത ബഹുമാനം തോന്നും. കാരണം അവരുടെ ഡ്രസ്സിങ് രീതി, അതായത് ഇപ്പോൾ ലേഡീസിനെയൊക്കെ കാണുവാണെങ്കിൽ പഴയ മാർഗരറ്റ് താച്ചറൊക്കെ വെച്ചിരുന്ന തൊപ്പിയെല്ലാം വെച്ച് നല്ല ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ട് അവർ നല്ല ഭംഗിയായിട്ടാണ് വഴിയിലൂടെ എല്ലാം പോകുന്നത്. ജെൻസ് ആണെങ്കിലോ നല്ല സൂട്ടും കോട്ടും ഇട്ടാണ് പഴയ ജനറേഷനിലുള്ള ആളുകൾ ഇപ്പോഴും അവർ പ്രധാന കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ അവരുടെ ഒരു ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുന്നത്. പക്ഷേ പുതിയ ജനറേഷനിലുള്ളവരെല്ലാവരും എന്താ പറയുന്നത്, ഹൂഡിയെല്ലാം ഇട്ട് ഒരു വൃത്തിയില്ലാതെ, അല്ലെങ്കിൽ അവർ ഹെയർ എല്ലാം നീട്ടി വളർത്തി അവർ ഒരു എന്താ പറയുന്നത്, ഇന്നത്തെ എല്ലാ കൺട്രിയിലും ഉള്ള പോലെ തന്നത്തെ ഒരു ജനറേഷനാണ്. അപ്പോൾ ഈ പഴയ ആളുകളെ സംബന്ധിച്ച് നല്ല ഉത്സാഹികളാണ്. ഇവിടെയുള്ള ഏത് ഐറിഷ് ആളുകളെ നോക്കിയാലും അവർ ഓടി നടന്ന് ജോലി ചെയ്യുകയും അവർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. അവർ വെറുതെ ഒരു മിനിറ്റ് പോലും ഇരിക്കുകയില്ല. അവരുടെ ചെറുപ്പകാലത്തെല്ലാം അവർ ധാരാളം ജോലി ചെയ്താണ് അവർ അന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരും വളരെ ആക്റ്റീവാണ്. ഞാൻ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു 64 65 വയസ്സൊക്കെ ഉള്ളവർ നമ്മളെക്കാളും സ്മാർട്ടാണ്. അവർ എത്ര ഓടി നടന്നാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ എക്സസൈസ് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അവർക്ക് എന്താ പറയുന്നത്, സന്തോഷകരമായി മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകണം, ജീവിതത്തെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ആളുകളാണ് ആ ഒരു ജനറേഷനുള്ള. ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ഒരു 75 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മച്ചിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട്
തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ ആ അമ്മച്ചിയെ. അപ്പോൾ അവരുടെ ഓക്സിജൻ്റെ ലെവലും എല്ലാം താഴ്ന്നെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ അതിൽ നിന്നെല്ലാം ഒന്ന് പിക്ക് ചെയ്ത് വരാനായിട്ട് ഒരു 2-3 മണിക്കൂർ എടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം അമ്മച്ചിക്ക് ശ്വാസമെല്ലാം നേരെ വിടാൻ പറ്റുന്ന ഒരവസ്ഥയായപ്പോഴേ തന്നെ അമ്മച്ചിക്ക് ക്യാതറ്ററുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സർജറി കഴിഞ്ഞ് അമ്മച്ചി നമ്മളെ ഒന്നും വിളിക്കാതെ എഴുന്നേറ്റ് നിന്നിട്ട് അമ്മച്ചി ആ ഹോസ്പിറ്റലിലെ ഗൗൺ അങ്ങ് മാറ്റിയിട്ട് സ്വന്തം ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിട്ടു. അപ്പം ഞാനപ്പോൾ ഓടി ചെന്നിട്ട് ചോദിച്ചു, അതെന്താ നമ്മളെ വിളിക്കാത്തത്? ഇപ്പം ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് തല കറങ്ങി വല്ലതും അവിടെ വീട് കഴിഞ്ഞ് അത് പ്രശ്നമാകത്തില്ലേ? കാരണം അനസ്തേഷ്യ എല്ലാം എടുത്തതാണ്. അപ്പോൾ അമ്മച്ചി പറയുകയാണ്, ഞാൻ വളരെ ഹെൽത്തിയാണ്, എനിക്ക് തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാം, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ആരെക്കൊണ്ടും ചെയ്യിക്കുകയല്ല, നിങ്ങൾക്ക് ഒത്തിരി ജോലിയുള്ളതല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റും, ഇതെന്ന് ചെയ്യാൻ പറ്റാത്ത രോഗികളെ പോയി നിങ്ങൾ നോക്കിക്കോ, ഞാനെല്ലാം തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. ഇത്രയും മേജറായിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞ ഒരാൾ ഇതുപോലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് നോക്കുമ്പോഴത്തേക്കും അവരുടെ ക്യാതറ്ററെല്ലാം രാവിലെ എടുക്കേണ്ടതാണ്. അപ്പോൾ എന്നോട് രാത്രി തന്നെ എനിക്ക് നടക്കണം, എനിക്ക് താഴെ പോകണം, പുറത്ത് പോകണം എന്ന് പറയും. ഞാൻ പറഞ്ഞു, സർജറി കഴിഞ്ഞ ഉടനെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പം രാവിലെ ക്യാതറ്റർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പതുക്കെ നടക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഒന്ന് പതുക്കെ നടക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും വെളുപ്പിന് ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഇരുട്ടത്ത് ബെഡിലിരിക്കുവാണ് അമ്മച്ചി. അപ്പോൾ ഞാനപ്പോൾ അവരുടെ ബ്ലഡ് പ്രഷറൊക്കെ എടുക്കാനായിട്ടൊന്ന് ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഈ 5 മണിക്ക് ലൈറ്റ് ഇല്ലാതെ ആ ഒരു റൂമിൽ അമ്മച്ചി ഇരുന്ന് ലിപ്സ്റ്റിക്ക് ഇടുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്, ലൈറ്റ് ഇടട്ടെ, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇല്ല, എനിക്കിത് പ്രാക്ടീസാണ്, എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയും. നല്ല ഒരുങ്ങി കുട്ടപ്പിയായിട്ട് അമ്മച്ചി ഇരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ലൈറ്റിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. അതായത് ഫുൾ ഹാഫ് ഡ്രസ്സ് റെഡിയാണ്. ഞാൻ കാതറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്താണെങ്കിലും അമ്മച്ചിയുടെ കാതറ്റർ റിമൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ കാതറ്റർ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് റിമൂവ് ചെയ്തപ്പോഴേ തന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി ഉണ്ടല്ലോ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഒരു ജാക്കറ്റ് അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഒരു സൈഡിലോട്ട് ഒരു ബാഗ്, ഇങ്ങനെ ക്രോസ് ബാഗ് എടുത്തിട്ടു. ഇപ്പോഴത്തെ യങ് പിള്ളേരൊക്കെ ഇടുന്ന കൂട്ട് ബാഗ്, ക്രോസ് ആയിട്ട് ഒരു ബാഗ് ഇട്ട് കഴിഞ്ഞിട്ട് അമ്മച്ചി പെട്ടെന്നൊരു പൈജാമ ഇങ്ങനെ ഇട്ടിട്ട് അമ്മച്ചി പറഞ്ഞു, സീ യു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവരെവിടെ പോവുമോ, ഇവർ വല്ലതും തലയും കറങ്ങി വീണാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പിടിച്ച് നടത്തട്ടെ, കുറച്ച് സമയം ഞാൻ പിടിച്ച് നടത്തി നിങ്ങൾ ഓക്കെ ആയി കഴിയുമ്പോൾ ഞാൻ വിടാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയില്ല. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കി നിൽക്കുക, ഈ അമ്മച്ചി ഈ ക്രോസ് ബാഗ് ഇട്ടൊരു ഷൂസും ഒക്കെ ഇട്ട് ഈ അമ്മച്ചി ഹോസ്പിറ്റലിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്, ഞങ്ങളുടെ വാർഡ് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അമ്മച്ചി പറന്നങ്ങ് പോയി. എനിക്കൊരു പേടി, ഇനി അവിടെ വല്ലതും തലയടിച്ച് വല്ലതും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്കും പ്രശ്നമല്ലേ. ഞാൻ ഓടി അമ്മച്ചിയുടെ പുറകിൽ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള ഒരു പടിയേലിരുന്നിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കുക, ആസ്വദിച്ച് സിഗരറ്റ് വലിക്കുക അമ്മച്ചി. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുവാണ്, ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ, നീ എൻ്റെ പുറകെ നടക്കണ്ട, നീ വാർഡിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്, നീ വാർഡിൽ ഡ്യൂട്ടി ചെയ്താൽ മതി, നീ താഴെ എന്നെ സമാധാനമായിട്ട് വിടാൻ പറഞ്ഞു. ഞാൻ പിന്നെ തിരിച്ച് കയറി വന്നു. ഞാനപ്പോൾ എൻ്റെ ഇതിലെല്ലാം എഴുതി വെച്ചു, സിസ്റ്റത്തിലെല്ലാം എഴുതി വെച്ചു, ഇങ്ങനെ അമ്മച്ചി പോയിട്ടുണ്ട്. കാരണം എങ്ങാനും അവിടെ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ എൻ്റെ തലയിലാവരുത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കാതെ പോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ. അവരെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ വരെ അവർ ഇഴഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കുകയോ വേദന എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ആ അമ്മച്ചിക്കാണെങ്കിൽ ആ സർജറിക്ക് മുമ്പ് പല രോഗങ്ങളും ഉള്ള ഒരു ആളാണ്. അപ്പം ഞാൻ തന്നെ അതിശയിച്ചു, എങ്ങനെ ഇവരിത് മാനേജ് ചെയ്യുന്നെന്ന്. അപ്പം
അതെന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 60 വയസ്സ് അടുക്കാറാവുമ്പോഴേ തന്നെ നമ്മൾ തന്നെ നമ്മൾക്ക് വാർദ്ധക്യമാക്കിക്കൊണ്ടിരിക്കും. നമ്മളെക്കൊണ്ട് ഇനി പറ്റില്ല, നമുക്ക് വയ്യ, നമുക്ക് നടക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയാൽ തന്നെ നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കും. ഇവരുടെ മനസ്സ് ഒരിക്കലും വയസ്സാകുന്നില്ല. ഇവരുടെ മനസ്സ് വളരെ ചെറുപ്പമായിട്ട് ഇങ്ങനെ അവരുടെ ലൈഫ് അവർ ഓരോ ദിവസവും എൻജോയ് ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും ജീവിക്കുന്നത്. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ മറ്റൊരു ഇൻസിഡൻറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ബാക്കിൽ എൻ്റെ ഡിസ്കിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഈ ജിമ്മിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കണ്ടിന്യൂസ് നീന്തണം. അതുപോലെ തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നുകൊണ്ട് എക്സസൈസ്, നോർമൽ ജിമ്മിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിന് പ്രോബ്ലം വരും. അപ്പം ഈ പൂളിൽ ഇറങ്ങി നിന്ന് എക്സസൈസുകൾ ചെയ്ത് ബാക്കിൻ്റെ ഇത് ശരിയാക്കി എടുക്കാനായിട്ട് എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു. കാരണം എനിക്ക് ബാക്ക് ഒട്ടും വയ്യാതെ ഞാൻ ഇടത് കാല് തളർച്ചയുണ്ടായി ഞാനൊരു വീഴുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ കുറച്ച് നാളേ ആയിട്ടുള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. അപ്പം ജിമ്മിൽ ഇതുപോലെ ഒരു ദിവസം പോയ സമയത്ത് അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ വലിയൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് പൂളിൽ നിന്നുകൊണ്ട് തന്നെ റിമോട്ടുണ്ട്, അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റിമോട്ടിൽ ഓരോ ബട്ടണും അവർ നാവിഗേറ്റ് ചെയ്യുന്നതായിട്ട് അതിൽ ഡയറക്ഷനുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് എക്സസൈസാണ് അതിനകത്ത് വരുന്നത്, സ്ക്രീനിൽ വരുന്നത്. അപ്പം അത് മൈൽഡായിട്ടുള്ള എക്സസൈസ് ഉണ്ട്, ബാക്കിനായിട്ടുള്ള എക്സസൈസ് ഉണ്ട്, ഫുൾ ബോഡി എക്സസൈസ് ഉണ്ട്, അങ്ങനെ പല ഇത് നമ്മുടെ സ്ട്രെങ്തനിങ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ സാധാരണ ബാക്കിനുള്ള എക്സസൈസും അത് മൈൽഡായിട്ടുള്ള എക്സസൈസുമാണ് ഞാനത് നോക്കി ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ആ ഒരു അമ്മച്ചി, ഒരു 70 അടുക്കാറായ ഒരു അമ്മച്ചി, ഭയങ്കര വണ്ണമുള്ള ഒരു അമ്മച്ചി. എനിക്ക് തോന്നി അമ്മച്ചിക്കും അസുഖമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കാണും, എക്സസൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ഞാനും മാത്രമുണ്ട് പൂളിൽ. കാരണം അന്നേരം സമയം എന്ന് പറഞ്ഞാൽ രാത്രി 8:30 കാരണം പൂള് അവിടെ രാത്രി 11 മണി വരെയുള്ള ജിമ്മാണ്. കാരണം ഈ ജോലിക്കാരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് അവർക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത്രയും സമയം അവർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുമുള്ളൂ, അപ്പോൾ ഫ്രീ ആയിട്ട് നിന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർത്തു ഈ അമ്മച്ചി മൈൽഡായിട്ടുള്ള ഇത് എടുക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇവരുടെ അടുത്ത് പോയി നിന്നു. അപ്പോൾ ഇവർ ചോദിച്ചു എന്നോട്, നീ ജോയിൻ ചെയ്യുന്നു എൻ്റെ കൂടെ? ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാൻ ജോയിൻ ചെയ്യാനായിട്ടാണ് വരുന്നത്, താങ്ക് യു എന്ന് പറയും. അപ്പം പുള്ളിക്കാരി എന്ത് ചെയ്തു, ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹെവി ആയിട്ടുള്ള എക്സസൈസ്, അതായത് ഫുൾ ബോഡിയുടെ എക്സസൈസ്, ഹാർഡായിട്ടുള്ള എക്സസൈസിൻ്റെ ഓപ്ഷൻ ഇട്ടു. ഞാൻ ചോദിച്ചു, ആർ യു ഷുവർ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, വൈ നോട്ട്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അവരെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി. ഇത്രയും വണ്ണമുണ്ട്, ഇവരെങ്ങനെ ഇത് ചെയ്യുമെന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ പുറകെ നിൽക്കുകയാണേ. അപ്പോൾ ഈ എക്സസൈസ് ആദ്യം വാമപ്പാണ്. അപ്പോൾ ഇങ്ങനെ ജോഗിങ് പോലെ ഇങ്ങനെ വെള്ളത്തിൽ നമ്മളിങ്ങനെ ചെയ്യുക. ജോഗിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എക്സസൈസ് വന്നത്. ആദ്യം ഇങ്ങനെ കൈ പൊക്കാൻ പറഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനെ കൈ പൊക്കി അങ്ങനെ അതിൻ്റെ 3-4 തവണ അങ്ങനെ ചെയ്തു. പിന്നെ കാലിച്ചിരി പൊക്കുക, അങ്ങനെ പിന്നെ വന്ന് കൂടി വന്നു കഴിഞ്ഞു. അപ്പം ഞാനും ചെയ്തുകൊണ്ടിരിക്കുക. കൂടി വന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ വലത് കൈയിലോട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ചാടുന്ന ഒരു എക്സസൈസ് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ആ വെർച്വൽ കോച്ച്, അതായത് ആ ടി വിയിലൂടെ കാണുന്ന ആ ആൾ നമ്മളെ കാണിച്ചു തരും. എന്നിട്ട് അവർ പിന്നെ ആദ്യം പ്രാക്ടീസ് കാണിച്ചു തരും. എന്നിട്ട് ലെറ്റർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളും അവരുടെ കൂടെ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കാണിച്ചു തന്നപ്പോൾ ഈ പൊങ്ങിച്ചാടുന്ന കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കങ്ങനെ ചാടാനായിട്ട് പറ്റത്തില്ല, എൻ്റെ നടുവും പോകും, എനിക്ക് പറ്റില്ല, എൻ്റെ കാലം ഉറക്കത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യേണ്ട. പക്ഷേ ഈ അമ്മച്ചി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് ഞാൻ പുറകിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ 1 2 3 പറഞ്ഞു, ഒരൊറ്റ ചാട്ടം, വലത് കാല് പൊക്കിയിട്ട് വലത് കയ്യിൽ ഇടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ കാണുന്ന അമ്മച്ചി വലത് സൈഡിലോട്ട് കാല് പൊക്കോ, ഇടത് കാല് പറഞ്ഞു പോന്നു.
മീൻസ് തറയെന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ തറയെന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ അമ്മച്ചി ഓളായിട്ട് ഇടതുവശത്തൂടെ വെള്ളത്തിൽ മുങ്ങി അങ്ങ് പോവുക. ദൈവമേ, ഞാൻ മാത്രമുണ്ട്. അലാം അതിൻ്റെ അടുത്തുണ്ട്, മീൻസ് എമർജൻസി അലാമുണ്ട്. പക്ഷേ എമർജൻസി അലാം അടിക്കാനായിട്ട് ഞാനങ്ങ് പെട്ടെന്ന് വിട്ടുപോയി. അമ്മച്ചിയെ പിടിക്കാനായിട്ട് ഞാൻ ചാടിപ്പോയിട്ട് ഞാൻ അമ്മച്ചിയുടെ വലത് കൈ എനിക്ക് കിട്ടി. ഞാൻ വലിച്ച് പൊക്കിയപ്പോഴത്തേക്കും എന്നാ പറയുന്നത്, പെട്ടെന്ന് തന്നെ അലേർട്ടായി. പെട്ടെന്ന് തന്നെ അവിടുത്തെ അതോറിറ്റി ആളുകൾ എല്ലാവരും അതിൻ്റെ സേഫ് ഗാർഡും എല്ലാമായിട്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് ഈ അമ്മച്ചിയെ വേഗം തന്നെ എടുത്തുകൊണ്ട് പോയി. അമ്മച്ചി കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു. ഈ അമ്മച്ചിക്ക് നീന്താൻ പോലും അറിയത്തില്ല. അമ്മച്ചി എക്സസൈസ് ചെയ്യാനായിട്ട് വെള്ളത്തിൽ വന്ന് നിൽക്കുന്നതായിരുന്നു. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാര്യം ചിരിയും വരുന്നുണ്ട് ആ സമയത്ത്, പക്ഷേ വിഷമമായിപ്പോയി. അപ്പോൾ ഈ വെള്ളം കുടിച്ചുകൊണ്ട് ഞാനും ഹെൽപ്പ് ചെയ്തു. നമ്മളൊരു നേഴ്സാണല്ലോ, അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തു. അമ്മച്ചിയെ അവസാനം ഇരുത്തി എല്ലാം സെറ്റാക്കി അമ്മച്ചിയെ റെസ്റ്റ് എടുപ്പിച്ചിട്ട് എന്താ പറയുക കുറേ നേരം. അപ്പം എൻ്റെ എക്സസൈസും മുടങ്ങി, അമ്മച്ചിയുടെ എക്സസൈസും മുടങ്ങി. പിന്നെ ഞാൻ ഈ അമ്മച്ചിയെ പിടിച്ച് വലിച്ച് എൻ്റെ ബാക്ക് ഒന്നുകൂടെ പ്രശ്നത്തിലായി. കാരണം ഈ നമ്മൾ ഒരാളെ രക്ഷിക്കാനായിട്ട് വലിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡി നോക്കത്തില്ലല്ലോ, ആ ആളെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വലിച്ച് പൊക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്ക് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. അതായത് ഇവരുടെ ബോഡി പോലും നോക്കാതെ ഇവർക്ക് അത്രയും നല്ലതായിട്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പേര് ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും ഞാൻ എല്ലാം കഴിഞ്ഞ് അമ്മച്ചി എല്ലാം ഓക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എന്നാലും ഒരു മൈൽഡായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു അല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ, യു ആർ റൈറ്റ്, നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചുകൂടെ ലെസ്സായിട്ടുള്ളതേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. കണ്ടോ, അതാണ് അവരെന്നാ സ്വിമ്മിംഗ് പൂളിൽ ഇനി വരത്തില്ലെന്നല്ല പറയുന്നത്. അടുത്ത തവണ അവർ അതിൽ കുറച്ചുള്ള എക്സസൈസേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ലൈഫിൽ ഒരിക്കലും എന്താ പറയുന്നത്, നമ്മൾ പ്രായമാകുന്നില്ല. നമ്മുടെ മനസ്സ് എന്ന് പ്രായമാകുന്നു അന്നാണ് നമ്മളുടെ പ്രായമാകുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മനസ്സ് 40 വയസ്സിൽ പ്രായമാകാൻ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോഴേ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടന്നു. അതേസമയം നമ്മളുടെ മനസ്സ് 75 വയസ്സിലും പ്രായമായില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. അപ്പോൾ നമുക്കും അവരെ പോലെ കുറച്ച് കോപ്പി ചെയ്യാം, മറിഞ്ഞടിച്ച് വീഴാതെയും ഒക്കെ നമുക്കും കുറച്ചൊക്കെ അതിൽ കോപ്പി ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയല്ലേ. അപ്പോൾ ഇത്രയുമുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.